ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുക. ഹലോ, സംസാരിച്ച സമയം കളയുന്നില്ല. നമ്മുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്നുള്ളതാണല്ലോ ആദ്യത്തെ ചടങ്ങ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ അതെ, ഈ കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥന, സ്വാഗതം പറച്ചിലെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോരെ. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് അഖണ്ഡ ഭാരത വിശ്വാസികളെ, എന്റെ പൊന്ന് സാറുമാരെ രക്ഷിക്കണം. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയതാ, പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തിലേക്ക് മരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ആശുപത്രി പ്രവർത്തിക്കൂ എന്ന് പറയരുത്. ചായക്കടയുടെ ഉദ്ഘാടനം ചായ എടുത്തിട്ടല്ലേ നമ്മൾ നടത്താറ്. ആ സ്ഥിതിക്ക് ആശുപത്രി ഉദ്ഘാടനം ഓപ്പറേഷൻ നടത്തി തുടങ്ങുന്നതല്ലേ ഉചിതം. അരുതെന്ന് പറയരുത്. അങ്ങോട്ട് മാറി നിൽക്കണോ? കയ്യെന്ന് വിട് സാറേ. അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി സാർ പറ, ഒരു രോഗിയുടെ ജീവനാണ് വലുത്, ഉദ്ഘാടനമാണ്. തന്നോടല്ലേ പറഞ്ഞ ഉദ്ഘാടനം കഴിയട്ടെ. അങ്ങോട്ട് മാറി നിൽക്കണം. എങ്ങനെയാ ഹോസ്പിറ്റലിൽ രോഗികളെ രക്ഷിക്കാനല്ലേ? ആദ്യം രോഗിക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. ചടങ്ങല്ലല്ലോ, ജീവനല്ലേ വലുത്. അതെ, സാറിന്റെ കർത്താവ് രക്ഷിക്കും. എടാ പൊന്നുപോലെ, ഈ പൊന്നുപോലത്തെ മന്ത്രി നിന്റെ ജീവൻ രക്ഷിച്ചടാ. പറഞ്ഞു വിടറാവനെയൊക്കെ. ഓരോ നാശങ്ങൾ കയറി വരും. ഞാൻ മന്ത്രിസാറിനോട് നന്ദി പറയണം. എന്റെ ആഗ്രഹം അവസാനത്തെ ആഗ്രഹമാണ്. ആദ്യം അപ്പച്ച സാധിച്ചു. മന്ത്രി സാറിനോടൊരു അപേക്ഷയുണ്ട്. സാറിന്റെ ഈ വിശാല മനസ്കതയ്ക്ക് എന്റെ മോന് സാറിനോടൊരു നന്ദി വാക്ക് പറയണം. അതിനെ അനുവദിക്കണം. തീർച്ചയായും. രോഗിയുടെ ആഗ്രഹമാണ് ഒരു ആരോഗ്യമന്ത്രി ആരോഗ്യം. അതുകൊണ്ട് പെട്ടെന്നായിക്കോട്ടെ. നമസ്കാരം. പിന്നെ കൊടുക്കാം. സ്റ്റെപ്പ് കയറിയില്ലെങ്കിൽ വീഴുക. ഇത് മന്ത്രി അല്ല, പിടിച്ചോ. അതാണ് മൈക്ക്. നമസ്കാരം. ഒന്നും മനസ്സിലാവില്ല. പഴിച്ചത് നമസ്കാരം എല്ലാവർക്കും ഉണ്ട്. മന്ത്രി സാറേ, മാന്യ ജനങ്ങളെ, അസ്സലാം വലൈക്കും. ഞാൻ ഹംസ, കുപ്പിക്കണ്ട ഹംസ. പന കഴുതറി അലക്സേ, എടാ പൂരം കൊണ്ടു പിടിച്ചു കേട്ടോമാരെ. വേണ്ടാട്ടാ, വേണ്ടെന്നാ പറഞ്ഞേ. ഈ ഉള്ളം കയ്യിലിരിക്കുന്ന സാധനേ ഉണ്ടമ്പൊരിക്ക് വാല് മുളച്ചല്ല, പന്നിപ്പടക്ക. 35 ഉറുപ്പ്യന്റെ വില. കത്തിച്ചിട്ട ഓൺ ദ സ്പോട്ടിൽ 350 ആളെ സ്പോട്ടാവും. ഒരെണ്ണം ടെസ്റ്റ് ചെയ്യണം. വേണ്ട, വേണ്ടല്ല, കൊല്ലിപ്പിക്കണേ. എന്താ സൗണ്ട്? കുമാരൻ വന്ന വരവേണ്ട. അല്ല, സാധനം ഞണ്ടേ ഇതുകൂടെ ടെസ്റ്റ് ചെയ്യണം. സ്റ്റേജിൽ കയ്യിലൊരെണ്ണം. വേണ്ട. ആ, അതാണ് മന്ത്രി സാറ് പറഞ്ഞ പിന്നെ ഒരാനൊക്കെ അങ്ങോട്ട് മുന്നോട്ടാ പോവില്ല. മന്ത്രി സാറ് ക്ഷമിക്കണട്ടാ. ഈ ഇരിക്കണെന്റെ അപ്പച്ചങ്ങട്ടിയാ, ആയിരിക്കണെന്റെ പെൺകുട്ടിയാ. ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാണെന്നേ. ആ സ്ഥിതിക്ക് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്യണത് ഒരു അഹങ്കാര, ഒരു പുത്രന്റെ ആഗ്രഹല്ലേ? എന്താ തലതിരിക്കണേ? ഈ അപ്പച്ചങ്ങരോട് ഇന്നലെ ഞാൻ പ്രത്യേകം വിളിച്ചാ പറഞ്ഞതാ, അപ്പച്ച ആശുപത്രി ഉദ്ഘാടനം ഞാൻ നടത്താന്ന്. എന്നിട്ട് ഇപ്പൊ എന്തിട്ടുണ്ടായേ? പിടിപാടുള്ള പ്രമാണിക്ക് പുലിവാല പിടിക്കണ്ട വന്നില്ലേ? ഇപ്പൊ പുലി പൂരപ്പറമ്പിൽ ഇറങ്ങില്ലേ? പരിപാടി അങ്ങോട്ട് കൊഴുക്കട്ടെ അല്ല അപ്പച്ചങ്ങട്ടിയെ? മാന്യമാരെ വിളിച്ച് ആക്ഷേപിക്കാൻ അതിലൊക്കെ ഉണ്ട്. അതേ കണ്ടെടുത്ത് പോയി കള്ളോട്ട് ചെയ്യുമ്പോ ആലോചിക്കണം. ഹലോ, എന്താ അവിടെ സ്വകാര്യം പറച്ചില്ലേ? ഏയ് ഒന്നുമില്ല. ആ, അതാണ്. അപ്പൊ വന്ന കാര്യം പറയാം. ഉദ്ഘാടനം എനിക്കൊരു വീക്ക്നെസ്സാ. ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ അപ്പച്ചൻ ടൗണിൽ ഒരു സൂപ്പർ സ്റ്റാർ ഹോട്ടലാ കെട്ടിയിരുന്നേ. 5 സ്റ്റാർ. എന്തായാലും തുടങ്ങിട്ട് പറഞ്ഞിട്ട് കാര്യണ്ടാ. അതന്നെ. അപ്പൊ ആ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഭക്ഷണ മന്ത്രി സാറാണ് ഏറ്റിരുന്നത്. ആ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അപ്പച്ചനോട് വിളിച്ച് പറഞ്ഞതാ, അപ്പച്ച ഉദ്ഘാടനം നടത്തുന്നത് ഞാനാന്ന്. എന്നിട്ട് എന്തുണ്ടായേ? ഉദ്ഘാടനം ഒരു വശത്ത് പൊടിയായിട്ട് നടക്കുമ്പോ നമ്മളെവിടെയാ? ഈ സാറുമാരുടെ ലോക്കപ്പില്.
ഒറ്റയ്ക്കായിരുന്നില്ലട്ടാ, കൂടെ ഒരു കപ്പിളുണ്ടായിരുന്നു. നമ്മടെ തൊറയിലത്തെ പിടിച്ച് പാറു ചുള്ളം കള്ളക്കോലിറങ്ങിയതാ. കഷ്ടകാലം പിടിച്ചവനെ കാരാമ കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു 6 മാസം ആ പേരിൽ സർക്കാരിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കഴിയേണ്ടി വന്നു എനിക്ക്. അപ്പൊ ദേ കിടക്കണ അടുത്ത ഉദ്ഘാടനം ഞാൻ വിട്ടുക. മന്ത്രി സാർ എന്നോട് ക്ഷമിക്കണട്ടാ. നിങ്ങക്ക് 1 പോയ 9 ഉദ്ഘാടനം വേറെ കിട്ടും. നമ്മുടെ കാര്യം അതല്ല, ഇത് കൈവിട്ടാ പിന്നെ പോക്കാ. ആ അതാണ് ഭാസ്കരട്ടാ. അപ്പൊ ഇതിൽ ഏതാ കത്തിക്കണ്ട, ഇതാണോ അതാണോ? അതാണ്. മമ്പറത്ത് കൈയടിച്ചോ കൈയടിച്ചോ കൈയടിച്ചോ. ഇത് കണ്ട വെറുതെ ഇട്ടിട്ടിക്ക ഒരു ജാതി ഷോസ്റ്റ പോലീസേട്ടന്റെ. നീയാണ് ഇവന്റെ പുതിയ തന്ത അല്ലടാ. അപ്പോഴേ ഇത് വേണ്ട, ഇതളിന്റെ പഞ്ചായത്തല്ല, ഇത് പഞ്ചായത്ത് വേറെയാ. അതുകൊണ്ട് അളിയും കൂടി പോ. നീ എന്നെ പറഞ്ഞയക്കും അല്ലടാ പട്ടി കഴിവറ മോനെ. ചോദിച്ചു വാങ്ങിയ ഹംസ വാരി കോരിയാ തരും. വേറെ തെറ്റടിക്കില്ല അളിയാ. നമുക്ക് നമ്മുടെ കുടുംബ പ്രശ്നം പുറത്തു വെച്ച് തീർക്കാലോ. അതുകൊണ്ട് നാവാട്ടം മൂഞ്ചാക്കിട്ട് അളിയങ്കടി ഓൺ ദ സ്പോട്ടിൽ സ്കൂട്ട് ചെയ്യാൻ നോക്ക്. നിങ്ങളെന്താ നോക്കിയേക്കണേ? നമ്മുടെ അപ്പച്ചൻ കെട്ടിരുന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ പണി നടക്കട്ടെ. ഭാസ്കരട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണട്ടാ. ഒരു ജാതി ഷോസ്റ്റ. ഞാൻ ഹംസയും കൂട്ടുകാരനെയും ജാമ്യത്തിലിറക്കാൻ വന്നതാ. നിങ്ങൾക്ക് നാണല്ലേ ഇതുപോലുള്ള പന്ന തെണ്ടികൾക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ? ഇവരൊക്കെ നിങ്ങളുടെ ആരാ? ഇവരല്ലേ നമുക്ക് ജോലി ഉണ്ടാക്കി തരുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ കഞ്ഞുപിടിച്ച് പോകുന്നത്. മതി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതിലുണ്ട് അതിന് ഉത്തരം. ഇറങ്ങ. ഓ സമാധാനം. അപ്പൊ മിണ്ടാട്ടുണ്ട്. ഞാൻ കരുതി സ്റ്റേഷനിൽ വന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും 2 റൗണ്ടാ കസറിയപ്പോ നമ്മടെ വക്കീല് ഊമപ്പണ്ണായി പോയോന്ന്. ഇവിടെ കലക്കിട്ടാ 5 മിനിറ്റ് കൊണ്ടല്ല 2 കൊണാതരന്മാര് സ്കൂട്ടാക്കിയത്. എനിക്ക് മനസ്സിലായി നമ്മടെ ഒരു പിൻബലത്തിലെ കളിച്ചേന്ന്. എന്തായാലും ഈ വകയില് കോയക്കാന്റെ കടയിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഴി ബിരിയാണി ഉണ്ട്. നമ്മടെ വക വക്കീൽ ഫീസായിട്ട് കൂട്ടിക്കൊന്നേ. സുഖിപ്പിക്കല്ലേ. ലൈല നിയമം പഠിച്ചിട്ടാ ഈ ഏർപ്പാടിന് ഇറങ്ങിയത്, അല്ലാതെ ആരുടെയും പിൻബലം കണ്ടിട്ടല്ല. പറ്റിയ ഒരാള് കാണാൻ കരിങ്കൊരങ്ങിനെ പോലെയുണ്ട് കോലം. അതിന് ഉത്തരവാദി ഞാനല്ല. പിന്നെ ഇപ്പോ എല്ലാരും ഇതുപോലെ വെള്ളപ്പാറ്റിയാവോ? വെള്ളപ്പാറ്റം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. വാ ശരിയാക്കി തരാം ഞാൻ. അത് ശരിയാവില്ല. ദേ എന്റെ വായ കിടക്കുന്ന കേൾക്കാൻ നിൽക്കാതെ കയറി വരുന്നുണ്ടോ? അതിപ്പോ ഇതിനൊക്കെ നല്ല ലോക്കപ്പായിരുന്നു. ഞാൻ സ്കൂട്ടായിട്ടാ. നിക്ക്. എന്താ വയ്യറ്റി വന്നാണെങ്കി ഇതല്ല വീട്, ഇതെന്റെ വീടാ. ആരുടെയും വക്കാലത്ത് കേട്ടിട്ട് ഒരു തെമ്മാടിയും ഈ വീട്ടിൽ കയറി ഇറങ്ങണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാ ഞാൻ പറഞ്ഞ ശരിയാവില്ലാന്ന്. ഇപ്പൊ തൃപ്തിയായാലോ വക്കീലിന്? ബാപ്പ എന്താ ഈ പറയുന്നത്? കയറി വന്നത് അന്യരാരും അല്ലല്ലോ. അന്യരാണെങ്കിൽ ക്ഷമിക്കും, യാത്ത് പോ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? ലൈല നിർബന്ധിച്ചപ്പോ ഞാൻ വന്നു. ഞാൻ അങ്ങോട്ട് പോയി തരാ. അതിനിപ്പോ പ്രത്യേകിച്ച് പാസ്പോർട്ട് മിസ്സൊന്നും വേണ്ടല്ല. സാരില്ലാന്നേ, നീ വിഷമിക്കണ്ട, നമുക്ക് പിന്നെ കാണാം. ഓട്ടെ, അസ്സലാം വലൈക്കും. നിക്ക്. കെട്ടുപോയത് നന്നാക്കാനാണ് ഈ വേഷം കെട്ടുന്ന വെച്ചാ അത് വെറുതെയാ. കോമാളി, നാട്ടുകാർക്ക് നേരം പോക്കാനുള്ള വെറും കോമാളി. കുപ്പിക്കണ്ടം ഹംസ. കുപ്പിക്കണ്ടം വലിയ മുന്തിയ സാധനമൊന്നല്ല, അതിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയില്ല. അതറിയോ നിനക്ക്? അറിയാം, ഞാനൊരു വില കെട്ട സാധനാണെന്നും ഒരു കോമാളിയാണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. പണ്ട് തൊമ്മിച്ചന്റെ മുമ്പിൽ എന്റെ ഉമ്മ കോമാളി ആയപ്പോ ആ കഥ നാട്ടുകാര് കേട്ട് ചിരിക്കാണ്ടിരിക്കാൻ നിങ്ങൾ കാണിച്ച അതിബുദ്ധി കൊണ്ട് ഉമ്മക്ക് വാടകയ്ക്കാണെങ്കിലും ഒരു ബാപ്പാനെ കിട്ടി. ആ ബാപ്പാനെ കൊന്ന വകയില് ഒരു 5-6 കൊല്ലം സർക്കാരിന്റെ ഗോതമുണ്ട തിന്നാനുള്ള യോഗം ഉണ്ടായി. ഒരു കോമാളിയുടെ ജീവിതം തുടങ്ങാൻ ഇത്രയൊക്കെ പോരെ? നാട്ടുകാര് കളിയാക്കി ചിരിക്കുമ്പോഴും അന്നത്തിന് ഗതിയില്ലാതെ അങ്ങാടി തെണ്ടി നടക്കുമ്പോഴും
ഒരു ഉരുള ചോറിന് വേണ്ടിയിട്ട് പോലും ഹംസ ഈ പടി കടന്ന് വന്നിട്ടില്ല. അത് ഇങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടായിരുന്നില്ല. ഇങ്ങക്കൊരാൾക്കറിയാം ഈ കോമാളിന്റെ തുടക്കം എങ്ങനെയാണ്. എന്തായാലും നിങ്ങളുടെ വായ തന്നെ ഇത് കേട്ടപ്പോ സന്തോഷായി. ആ സന്തോഷം കൊണ്ട് പറയാന്ന് കൂട്ടിയാ മതി. ഇടയ്ക്കൊക്കെ നമ്മുടെ ഉമ്മാനൊന്ന് വന്ന് കാണണട്ടാ. ഒരു സുഖമുള്ള കാഴ്ചയത്. ബാൽക്കണിയിലിരുന്ന് ടിക്കറ്റ് എടുക്കാണ്ട് സിനിമ കാണുന്ന ഒരു സുഖം കിട്ടും. ഒരു നേരം പോക്കായിട്ട് കണ്ടാ മതി. ഓട്ടെ ഓട്ടടി.